വേറൊരു കോമൺ ഡൗട്ടാണ് മഞ്ഞപ്പല്ല് അൺഹെൽത്തി ആണോ എന്നുള്ളത്. മഞ്ഞപ്പല്ല് എന്ന് പറയുന്നത് ആക്ച്വലി പല്ലിന്റെ നിറം എന്ന് പറയുന്നത് നമ്മുടെ തൊലിയുടെ നിറം പോലെയാണ്. ചിലവർക്ക് ഫെയർ ആയിരിക്കും, ചിലവർക്ക് ഇത്തിരി ഡാർക്ക് ആയിരിക്കും. അത് ആക്ച്വലി ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. നമ്മൾ ഫാദറിന്റെന്നും മദറിന്റെന്നും കിട്ടുന്നതാണ് ഈ പല്ലിന്റെ കളർ. ഇപ്പോ നമ്മൾ ഇന്ത്യൻസിന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് സ്റ്റെയിൻസ് ആണ്, കളറാണ് ആക്ച്വലി. അതേസമയം നമ്മൾ വൈറ്റ്സിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കളർ കുറച്ചൊരു ഓഫ് വൈറ്റ് കളറാണ്. വെറാസ് നമ്മൾ ബ്ലാക്സിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി യെല്ലോയിഷ് ആണ്, പ്ലസ് ചിലർക്ക് യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. ബട്ട് എന്നിരുന്നാലും നമ്മൾ ഫോട്ടോസിലൊക്കെ നോക്കി അറിയാൻ പറ്റും. നമ്മൾ ബ്ലാക്സിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പല്ല് ഭയങ്കര വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. വൈറ്റ് ആയിട്ട് അതിന്റെ കാരണം അവരുടെ സ്കിന്നിന്റെയും ലിപ്പിന്റെയും കോൺട്രാസ്റ്റ് വെച്ചിട്ട് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണമാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. വൈറ്റ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പല്ല് കുറച്ചും യെല്ലോയിഷ് ആയിട്ട് തോന്നും. ആക്ച്വലി അവരുടെ പല്ലാണ് കുറച്ചും കൂടി ടുവേർഡ്സ് വൈറ്റർ സൈഡിലോട്ട് നിൽക്കുന്നത്. എന്നിരുന്നാലും അവരുടെ സ്കിന്നിന്റെ കളറും ലിപ്പിന്റെ കോൺട്രാസ്റ്റും കാരണം നമുക്ക് തോന്നുന്നതാണ് കുറച്ചും കൂടി യെല്ലോയിഷ് ആണെന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കംപ്ലീറ്റ്ലി ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. പിന്നെ നമ്മൾ പണ്ടത്തെ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ യെല്ലോ ടീത്ത് ഈസ് അൺഹെൽത്തി ടീത്ത്, വൈറ്റ് ടീത്ത് ഈസ് സ്ട്രോങ്ങർ ടീത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബട്ട് ഈവൻ പറയുന്നത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ സ്മൈൽ മേക്ക് ഓവേഴ്സ് ഫോട്ടോസ് ഒക്കെ നോക്കി അറിയാൻ പറ്റും. അതിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ചില ലിപ്സ്റ്റിക് കളേഴ്സ് നമുക്ക് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണം നമുക്ക് കുറച്ച് വൈറ്റ് ഷെയ്ഡ് പല്ലുകളെ ഫീൽ ചെയ്യിപ്പിക്കും. ചില ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് നമുക്ക് പല്ലുകളെ കുറച്ചും കൂടി യെല്ലോയിഷ് ആയിട്ടും തോന്നിക്കും. അങ്ങനെയുണ്ട് ഒരു കാര്യങ്ങൾ.